ഇതെന്റെ അടുത്തുനിന്ന് ഒരുത്തനും അടർത്തിയെടുക്കാനാവില്ല സാർ. ഇതാണ് സാർ എന്റെ ബ്രാൻഡ്. ഹായ് ഗൈസ്, നമ്മൾ റീസ്റ്റോറേഷൻ്റെ പാർട്ട് 1 വീഡിയോ ഇട്ടത്. അപ്പോൾ ആദ്യം തന്നെ അയക്കാൻ പറഞ്ഞ എല്ലാ സാധനവും ഞാനും അച്ഛനും കൂടി അയച്ചു മാറ്റി കേട്ടോ. കാരണം വർക്ക്ഷോപ്പുകാർക്ക് അത്രയും സിമ്പിളായല്ലോ. വണ്ടിയുടെ ബോഡിക്ക് വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഞാൻ അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു തരുന്നത്. നമുക്ക് രണ്ടാൾക്കും തിരക്കാട്ടോ, അതാണ് ഈ രാത്രിയൊക്കെ വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ പെയിന്റിങ്ങിന് കയറ്റാനാണ് ഒരു പ്ലാന്. കാരണം മെക്കാനിക്കല് വലിയ സീനൊന്നും ഇല്ല വണ്ടിക്ക്. ഇനി എന്തായാലും ചെക്ക് ചെയ്തിട്ട് അവർ വേണ്ട പോലെ ചെയ്തോട്ടെ. ഇനി ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്ത് എനിക്ക് ഒരു പരിചയമില്ല. അപ്പോൾ വീഡിയോക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ പയ്യെ പയ്യെ സെറ്റാക്കി എടുക്കുന്നതാണ്. ഞാൻ 10th പഠിക്കുന്ന ടൈമിലാണ് അച്ഛൻ പൾസർ എടുക്കുന്നത്. ഏതാണ്ട് ഒരു 7-8 വർഷം കയ്യിലുണ്ടാവും. അപ്പോൾ വണ്ടിയിലുള്ള അമിതമായ സ്നേഹം കൊണ്ട് ഞാൻ ഈ വണ്ടി വിൽക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഒരു 5 വർഷം ഞാൻ 5 അല്ലെങ്കിൽ 4 വർഷം ഈ വണ്ടി കട്ടയ്ക്ക് യൂസ് ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ സ്കൂട്ടി എടുക്കുന്നത് 2020 സംതിങ് എത്രയാണ്. പിന്നെ ഞാൻ അങ്ങനെ ഈ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കമ്പം കയറിയിട്ട് ഇങ്ങനെ സ്റ്റണ്ടൊക്കെ വലുതായിട്ടൊന്നുമില്ലെങ്കിലും കുഞ്ഞിതായിട്ടൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഈ വണ്ടി എടുത്തിട്ട്. നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ പള സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറ്റുന്ന സാധനങ്ങളൊക്കെ അയച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ. സെറ്റ് വണ്ടി കയറ്റി സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസ്റ്റോറേഷൻ ഞാൻ തന്നെ മൊത്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ മലക്കോണ്ട ടൈം അടുത്ത് പിന്നെ പെട്ടെന്ന് വണ്ടി എന്തെങ്കിലും കിട്ടുന്നതുകൊണ്ട് അച്ഛൻ അങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ പോവാണ്. ഇനി വേറൊരു ലെവലായിട്ട് നമുക്ക് കാണാം. എന്തായാലും പെയിൻറ്റിങ് കാര്യങ്ങൾ ഇഞ്ചൻ വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ എന്തായാലും അപ്ഡേഷൻ വീഡിയോ നമുക്ക് എന്തായാലും കിട്ടുമോ നോക്കട്ടെ, എന്തായാലും ഇടാം.